41 ഇഞ്ച് നീളവും 36 ഇഞ്ച് വീതിയും വരുന്ന പട്ടുപാവാടേൻ്റെ സ്കേർട്ട് തയ്ക്കുന്നത് എങ്ങനെയെന്ന് കാണാം. 3 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. വെട്ടാനനുസരിച്ച് മടക്കി വെക്കുക. അതിനുശേഷം ലെങ്ത്ത് മാർക്ക് ചെയ്യുക. 41 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് ബാൻഡിന് വിട്ടതിന് ശേഷം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ബാൻഡിൻ്റെ വെടുത്ത് വരുന്നത് 36 ഇഞ്ചാണ്. അപ്പോൾ 3 മടങ്ങ് തുണി എടുക്കണം പാവാടയ്ക്ക് വേണ്ടിയിട്ട്. 36 ഇൻറ്റു 3 108 ഇഞ്ച് വരും. അത് 3 മീറ്റർ തുണിയാണ് നമ്മുടെ കയ്യിലുള്ളത്. 3 മീറ്റർ ഫാബ്രിക്കാണ് നമ്മുടെ കയ്യിലുള്ളത്. 3 മീറ്റർ എന്ന് പറയുമ്പോൾ 114 ഇഞ്ച്. ഈ പാവാടയ്ക്ക് ഒരു പ്ലീറ്റ് എടുക്കുന്നത് 1.25 ഇഞ്ചിലാണ് കേട്ടോ. ബാൻഡിൻ്റെ വീതി 1.5 മൈനസ് ചെയ്തതിന് ശേഷം 41 ഇഞ്ചിൽ നിന്ന് മൈനസ് ചെയ്തതിന് ശേഷം 39.5 പാവാട വെട്ടിയെടുക്കുക. ബാൻഡ് 36 ഇഞ്ചിൻ്റെ 1 ഇഞ്ച് രണ്ട് സൈഡിലും വിട്ടിട്ടാണ് വെട്ടുന്നത്. തയ്ച്ച് മടക്കി എടുക്കാനുള്ള അളവാണ് 1 ഇഞ്ച്. 18 ഇഞ്ച്, അതായത് രണ്ടാക്കി മടക്കിയിട്ട് 18 ഇഞ്ച് വരും. 36 ഇഞ്ച് ബാൻഡിൻ്റെ ലെങ്ത്ത്. ഓരോ ഇഞ്ച് രണ്ട് സൈഡിലും മടക്കി അടിക്കാൻ വേണ്ടിയിട്ട്. ബാൻഡ് വിടുത്ത് 1.5 ആകുമ്പോൾ 3 ഇഞ്ചിൽ കട്ട് ചെയ്യുക. രണ്ട് സൈഡിൽ അര ഇഞ്ച് വീതം മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് സീം എലമെൻറ്റ്സ് വിടുക. 3 മീറ്റർ ഫാബ്രിക്കിൻ്റെ രണ്ട് സൈഡും തയ്ച്ചെടുക്കുക. നീളത്തിൽ തയ്ച്ചെടുക്കുക. രണ്ട് സൈഡും തയ്ച്ചതിന് ശേഷം ബാൻഡിൻ്റെ റൈറ്റ് സൈഡും പാവാടേൻ്റെ റോങ് സൈഡും തമ്മിൽ വെച്ചതിന് ശേഷം 0.5 ഇഞ്ച് ഗ്യാപ്പിൽ 1.25 പ്ലീറ്റ്സ് ഓരോ പ്ലീറ്റ്സായിട്ട് ഇടുക. 1.25 ആദ്യം വരച്ച് വെക്കുക, അല്ലെങ്കിൽ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോന്ന് വരച്ച് അടിച്ചാലും മതി. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു പ്ലീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബാൻഡിൽ 1.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. തുണിയിൽ 3 പ്രാവശ്യം 1.25 മാർക്ക് ചെയ്യുമ്പോൾ ഒരു പ്ലീറ്റ് ആവും. 3 മടങ്ങാണല്ലോ ഒരു പ്ലീറ്റ് വരുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ ഉള്ളോട്ട് മടക്കിയിട്ട് ആ പോയിന്റിൽ വെച്ച് അടുത്ത മാർക്കിങ്ങിലേക്ക് മടക്കി വെച്ചെടുക്കുക. അങ്ങനെ ഓരോ പ്ലീറ്റും 1.25 മടക്കി തയ്ച്ചെടുക്കുക. ഒരു പ്ലീറ്റ് വരുന്നത് 1.25 3 മടങ്ങ് കൊണ്ടാണ്. അപ്പം ഓരോന്ന് ബാൻഡിലും വരയ്ക്കുക, ക്ലോത്തിലും വരച്ചിട്ട് മടക്കി തയ്ച്ചെടുക്കുക. ഇതിൻ്റെ എൻഡ് ഞാൻ ചെയ്യുന്നത് അവസാനത്തേക്ക് 2 പ്ലീറ്റ് വിട്ടതിന് ശേഷം ബാൻഡിൻ്റെ എൻഡും ക്ലോത്തിൻ്റെ എൻഡും യോജിപ്പിച്ചിട്ട് നേരെ വെച്ചതിന് ശേഷം ഓരോ പ്ലീറ്റ് 2 പ്ലീറ്റ് മാത്രമേ അവിടെ ഇനി കൊടുക്കാൻ ബാക്കിയുള്ളൂ. അത് തുണി ഉള്ളോട്ട് ഉള്ളത് മൊത്തം ഉള്ളോട്ടാക്കിയിട്ട് 1.5 പ്ലീറ്റാക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് തുണി തികയുകയും ചെയ്യും, വെട്ടാനും ഉണ്ടാവില്ല. എല്ലാ പ്ലീറ്റും കറക്റ്റ് 1.25 സെൻറ്റിമീറ്ററിൽ തന്നെ ഇഞ്ചിൽ തന്നെ വന്നിട്ടുണ്ടാവും. ഇനി ബാൻഡിൻ്റെ ഈ സൈഡ് മടക്കി തയ്ച്ചു കൊടുക്കുക. അത് 1.25 1.5 ഇഞ്ചിൽ ബാൻഡ് മടക്കുക. ബാൻഡ് മടക്കിയതിന് ശേഷം ബാക്കിയുള്ള ക്ലോത്ത് ഉള്ളോട്ട് മടക്കി കറക്റ്റാക്കി വെച്ച് മടക്കിയിട്ട് സ്ട്രെയിറ്റായിട്ട് തയ്ച്ച് വരിക. എൻഡിലും മടക്കി തയ്ച്ചു കൊടുക്കുക. ഇനി ചെയ്യാനുള്ളത് ഓരോ പ്ലീറ്റ്സും കറക്റ്റായിട്ട് അലൈൻ ചെയ്തിട്ട് അയൺ ചെയ്തെടുക്കുകയാണ്. അയണിങ്ങിലാണ് പാവാടേൻ്റെ ഭംഗി. ക്ലോത്തിനനുസരിച്ചുള്ള ചൂട് മാത്രമേ അയൺ ബോക്സിൽ കൊടുക്കാവുള്ളൂ കേട്ടോ. കത്തിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. പ്ലീറ്റ്സ് ഓരോന്നും നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക. എന്നിട്ടാണ് രണ്ടും ജോയിൻ ചെയ്യുന്നത്. ഞാൻ ബാൻഡിന് ഹുക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് രണ്ടും 4 ഇഞ്ച് ഗ്യാപ്പാണ്. തല കടക്കാൻ രീതിയിൽ 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സൈഡ് ജോയിൻ ചെയ്തെടുക്കുക. താഴെ വരെ 2 സ്റ്റിച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുക. ഇനി ഹുക്കിൻ്റെ കൊളുത്ത് തയ്ക്കാൻ വേണ്ടിയിട്ട് 6 ഇഞ്ച് നീളത്തിൽ ഒരു പീസ് എടുത്തിട്ട് ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഹുക്ക് അതിൽ കയറാൻ വേണ്ടിയിട്ട് ചെറിയ 4 പ്ലീറ്റുള്ള ഒരു പീസാണ് വെക്കുന്നത്. ബാൻഡിൻ്റെ അതേ വിഡ്ത്തിൽ ക്ലോത്ത് മടക്കിയതിന് ശേഷം ഓരോ 4 പ്ലീറ്റ് വീതം ഇട്ട് കൊടുക്കുക. അര ഇഞ്ച് വീതിയിൽ പ്ലീറ്റ് ഇട്ടാൽ മതി. 2 സൈഡും നന്നായിട്ട് തയ്ച്ചു കൊടുക്കുക.
എന്നിട്ട് പോയിൻ്റ് 1 ഇഞ്ചിലോ കുറച്ചിൽ ഒരു ഹുക്ക് കിടക്കാൻ മാത്രം ഒരു തയ്യൽ ഒരു സൈഡിലും 2 സൈഡിൽ ഓരോ തയ്യൽ വീതം കൊടുക്കുക. തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വരും. എന്നിട്ട് അതിന് കണക്കാക്കിയിട്ട് മറ്റേ സൈഡിൽ ഒരു 2 ഹുക്ക് വീതം കൊടുക്കുക. വലിയ ഹുക്കുണ്ട്, ബാൻഡ് ഹുക്ക് അറിയില്ലേ, ബാൻഡ് ഹുക്ക് വെച്ചാലും മതി. എൻ്റെ അടുത്ത് ഈ ഹുക്കാണുള്ളത്, അതുകൊണ്ട് ഞാനിത് വെച്ചു.